ദൈവത്തിൻ്റെ ത്രിയേക നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ വായനഭാഗം സദൃശവാക്യങ്ങൾ 4 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി സദൃശവാക്യങ്ങൾ 4-ാം അധ്യായം 5-ാം വാക്യം. ജ്ഞാനം സമ്പാദിക്കുക, വിവേകം നേടുക, മറക്കരുത്. എൻ്റെ വചനങ്ങളെ വിട്ടുമാറുകയും അരുത്. ഇന്നത്തെ വായനാഭാഗത്ത് പിതാവ് തൻ്റെ മകന് നൽകുന്ന ആത്മീയമായ ഉപദേശങ്ങളാണ് നാം കാണുന്നത്. ഇവിടെ ജ്ഞാനത്തിൻ്റെ മൂല്യം എന്താണെന്നും ഹൃദയം വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കണമെന്നും ദുഷ്ടന്മാരുടെ പാതയെ പിന്തുടരരുതെന്നും ലൈംഗികമായ പ്രലോഭനങ്ങളിൽ നിന്നും അകന്നു നിൽക്കണമെന്നും എല്ലാറ്റിലും ഉപരിയായി ദൈവഭയത്തിൽ ജീവിക്കണമെന്നും ആയിരുന്നു ഉപദേശം. എന്നാൽ ദൈവത്തോട് ജ്ഞാനം ആവശ്യപ്പെട്ട ശലോമോന് മാതാപിതാക്കളുടെ ഉപദേശവും അതുതന്നെയായിരുന്നു. ജ്ഞാനം സമ്പാദിക്കുക, വിവേകം നേടുക, മറക്കരുത് എന്ന്. ഈ ഭാഗത്ത് നിന്നും പ്രധാനമായി കാണുന്ന ചില ചിന്തകൾ പങ്കുവെക്കട്ടെ. ഒന്നാമതായിട്ട്, ജ്ഞാനത്തിന് പ്രഥമ സ്ഥാനം നൽകുക. ജീവിതത്തിൽ എല്ലാറ്റിനും മുകളിലായി ജ്ഞാനത്തിന് വില കൽപ്പിക്കുക. ജ്ഞാനം എന്നത് ദൈവത്തിൽ നിന്നുള്ള അമൂല്യമായ ദാനമാണ്. ജ്ഞാനം ജീവിതത്തിന് ദിശാബോധവും സംരക്ഷണവും നൽകുന്നതാണ്. 1 രാജാക്കന്മാർ 3-ാം അധ്യായം 9-ാം വാക്യത്തിൽ കാണുമ്പോൾ അവിടെ ശലോമോൻ പറയുന്നത്, ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ള ഒരു ഹൃദയം എനിക്ക് തരയണമേ എന്നാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. ഇവിടെ ആവശ്യപ്പെടുന്നത് വിവേകമുള്ള ഹൃദയം നൽകണമേ എന്നതാണ്. അതിനാൽ തൻ്റെ മുന്നിലെ പ്രതിസന്ധികളെ ജ്ഞാനത്തോടെ വിവേകത്തോടെ തരണം ചെയ്യുവാൻ അവിടെ ശലോമോന് സാധിക്കുന്നു. ഇന്ന് നമ്മൾ കുറിവാക്യത്തിൽ വായിച്ചതും അതുതന്നെയാണ്. ജ്ഞാനവും വിവേകവും സമ്പാദിക്കുന്നതോടൊപ്പം തന്നെ എൻ്റെ വചനങ്ങളെ വിട്ടുമാറരുത് എന്ന് അവിടെ പറയുന്നുണ്ട്. ആ ഒരു കാര്യം, എൻ്റെ വചനങ്ങളെ വിട്ടുമാറരുത് എന്ന് വളരെ ശക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. അതിനാൽ ദൈവവചനം പഠിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവരിൽ ജ്ഞാനം ക്രമാതീതമായി വളർന്നു വരും. അതിനാൽ നമ്മുടെ കുഞ്ഞുങ്ങളിലും നാം ദൈവവചനം പകർന്നു നൽകുവാൻ ഉത്സാഹിപ്പിക്കുക. വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ദൈവിക ജ്ഞാനവും സമ്പാദിക്കുന്ന ഒരു യുവതലമുറയെ നമുക്ക് വാർത്തെടുക്കാം. രണ്ടാമതായിട്ട്, ഹൃദയത്തെ പരിപാവനമായി സൂക്ഷിക്കുക. ഇവിടെ 4-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. നമ്മുടെ ചിന്തകളെ വിശുദ്ധമാക്കുക. വിശുദ്ധ വേദപുസ്തകത്തിൽ ഹൃദയം എന്നത് വികാരങ്ങളുടെ കേന്ദ്രം മാത്രമല്ല, പിന്നെയോ നമ്മുടെ ചിന്തകൾ, നമ്മുടെ തീരുമാനങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ വിശ്വാസം എന്നിവയുടെ എല്ലാം കേന്ദ്രമാണ് ഹൃദയം. അതിനാലാണ് ഹൃദയത്തെ കാത്തു സൂക്ഷിക്കുവാനായിട്ട് പറയുന്നത്. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ സൂക്ഷിക്കുക. നാം കാണുന്നതും കേൾക്കുന്നതും ക്രമേണ നമ്മുടെ സ്വഭാവത്തെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ ആത്മീയ വളർച്ചയ്ക്ക് നമ്മെ സഹായിക്കുന്ന കാര്യങ്ങൾ നാം തിരഞ്ഞെടുക്കുക. തെറ്റായ ബന്ധങ്ങളിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ നാം കാത്തു സൂക്ഷിക്കുക. ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുന്ന കൂട്ടുകെട്ടുകളും സമ്മർദ്ദങ്ങളും നാം ഒഴിവാക്കുക. പാപത്തിന് നമ്മുടെ ഹൃദയത്തിൽ ഇടം നൽകാതിരിക്കുക. അസൂയ, ദേഷ്യം, പ്രതികാരം, അശുദ്ധമായ ചിന്തകൾ തുടങ്ങിയവ നമ്മുടെ ഹൃദയത്തിൽ വളരുവാനായിട്ട് നാം അനുവദിക്കാതിരിക്കുക. ദൈവവചനത്താൽ നമ്മുടെ ഹൃദയത്തെ നാം നിറയ്ക്കുക. എന്നാൽ നമുക്ക് നമ്മെ തന്നെ ഒന്ന് വിലയിരുത്താം. ഇന്ന് ഞാൻ കാണുന്നതും കേൾക്കുന്നതും ചിന്തിക്കുന്നതും എൻ്റെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതാണോ? ജ്ഞാനത്തെ അന്വേഷിക്കുവാനും ഹൃദയത്തെ കാത്തു സൂക്ഷിക്കുവാനും ദൈവ വഴിയിൽ നടക്കുവാനും ദൈവം നമ്മെ ഏവരെയും ശക്തീകരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അവിടുത്തെ ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ഹൃദയത്തെ പരിപാവനമായി കാത്തു സൂക്ഷിക്കുവാനും ഞങ്ങളുടെ വാക്കും പ്രവൃത്തികളും തീരുമാനങ്ങളും അങ്ങയെ പ്രസാദിപ്പിക്കുന്നതും ആക്കി തീർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.